വയോധികനായ തോമസ് ചാണ്ടി MLA എന്തിനാണ് ചികിത്സയ്ക്കായി സർക്കാരിന്റെ പണം കൈപ്പറ്റിയത്? ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം അനുസരിച്ച് എല്ലാ സംസ്ഥാനത്തുമുള്ള നിയമസഭാ സാമാജികന്മാർക്ക് മെഡിക്കൽ അവരുടെ പ്രിവിലേജ് അനുസരിച്ച് അവർക്ക് കുറേ പണം കിട്ടും. അങ്ങനെ ആശുപത്രിയിൽ പേ ചെയ്ത ബില്ല് 1,70,00,000 രൂപയും മരുന്ന് വാങ്ങിച്ചത് ഉൾപ്പെടെ അത് മാത്രം അവർ തന്നു. ആ കാശ് മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കി ഇപ്പോഴും ആലപ്പുഴ ഫെഡറൽ ബാങ്കിൽ ലോണായിട്ട് കിടക്കുന്നു. ഒരു പ്രാവശ്യം ഞാൻ അവിടെ രോഗിയായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ UPA പ്രസിഡന്റ് സോണിയാഗാന്ധി വരെ അതേ ഹോസ്പിറ്റലുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, നമ്മുടെ സ്പീക്കറായിരുന്ന G. കാർത്തികേയൻ നിന്ന് 5-6 മാസം കൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് ലിവർ ക്യാൻസറാണെന്ന് മനസ്സിലാക്കി അമേരിക്കയിൽ ചികിത്സ തേടിപ്പോയി. അദ്ദേഹം മരിച്ചുപോയി. 82 ലക്ഷം രൂപയെ അദ്ദേഹത്തിന് ചിലവായുള്ളൂ. ഞാൻ 2 പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടാണ് 1.5 കോടി കൂടുതൽ ചിലവായി. അപ്പോൾ അത് ഗവൺമെൻറ് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമസഭാ സാമാജികൻ ശമ്പളം വാങ്ങിക്കുന്നത് പോലെ, അലവൻസ് വാങ്ങിക്കുന്നത് പോലെ കിട്ടുന്ന ഒരു മെഡിക്കൽ ബില്ലിൻ്റെ പേയ്മെൻറ്റാണ്. അതിനകത്ത് വേറെ ആർക്കാ പരാതി പറയണ്ടേ? എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ കഴിഞ്ഞ 18 വർഷമായി ഞാനിവിടെ ദാവീദ് പുത്ര ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുന്നു. ഞാൻ വേലയെടുത്ത കാശ് കൊണ്ടുവന്ന് ഈ നാട്ടിലെ ക്യാൻസർ രോഗികൾക്കും വീടില്ലാത്തവർക്കും ടോയ്ലറ്റ് ഇല്ലാത്തവർക്കും ഹാർട്ട് പേഷ്യൻസിനും ഉൾപ്പെടെ 18 വർഷം കൊണ്ട് ഞാൻ കൊടുത്ത പണം ഏതാണ്ടൊരു 6-7 കോടി രൂപ വരും. അത്രയും വിലയെടുത്ത കാശ് കൊടുത്ത് എനിക്ക് ഈ കേരള ഗവൺമെൻറ് ചികിത്സയ്ക്ക് ചിലവായതിൻ്റെ 4/1 കാശെന്ന് പറയുന്നതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് അതിനകത്തൊരു അതിശയം തോന്നുന്നില്ല. അതിശയം ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അവരിത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കിപ്പം മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. വർഷം കൊണ്ട് എന്ത് പുരോഗതിയാണ് ഈ കുട്ടനാടിനുണ്ടായത്? എൻ്റെ മണ്ഡലത്തിലൂടെയാണ് പമ്പാ നദിയും അച്ചൻകോവിലാറും മണിമലയാറും. മീനച്ചിലാറ് എൻ്റെ ഒരു മണ്ഡലത്തിൻ്റെ ഒരു വശത്തൂടെ വന്ന് വെമ്പനാട്ട് കായലിൽ വീഴുന്നു. 4 നദികളാണ്. പ്രത്യേകിച്ച് പമ്പാ നദിയും അച്ചൻകോവിലാറും മണിമലയാറും 2 വശം എൻ്റെതാണ്. ഈ 2 വശങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് ഒരു പാലം പോലും ഈ എൻ്റെ കൊച്ചിലെയാണ് പള്ളാത്തുരുത്തി നെടുമുടി കിടങ്ങറ പാലം ഉണ്ടാകുന്നത്. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ തകഴി പാലം ഉണ്ടായി. വേറെ ഒരു പാലവും ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ വന്നേ പിന്നെ 5 പാലങ്ങൾക്ക് അനുമതി കിട്ടി. 4 എണ്ണത്തിൻ്റെ വർക്ക് ഇപ്പോൾ പൂർത്തിയാകുന്നു. ഒരെണ്ണം തട്ടാശ്ശേരി പാലം, അത് തോമസ് ഐസക്കിൻ്റെ കാലത്ത് അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രിയായപ്പോഴാണ് ഞങ്ങളെല്ലാം പോയി കണ്ട് അദ്ദേഹത്തെ കൊണ്ട് അനുവദിപ്പിച്ചത്. പക്ഷെ മാറി വന്ന ഗവൺമെൻറ് 1 രൂപ പോലും അതിനുവേണ്ടി നീക്കി വെച്ചില്ല. ഇവിടെ ഒരു ദ്വീപ് കിടപ്പുണ്ട്, പുല്ലങ്ങടി. ആ പുല്ലങ്ങടി ദ്വീപിനെ ബന്ധിപ്പിക്കാൻ ഞാൻ വേറൊരു പാലം പണിതു. അത് കേരള ഗവൺമെൻറ് സഹായത്തോടും എൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞങ്ങൾ അനുവദിപ്പിച്ചതാണ്. അത് ഞാൻ ആ പാലം ഉദ്ഘാടനം ചെയ്യാൻ ചെന്നപ്പം അവിടെ കൂടിയ ജനക്കൂട്ടത്തിൻ്റെ ആ എണ്ണം എന്നെ അതിശയിപ്പിച്ചു. കാരണം അവർക്കും മറ്റൊരു യാത്രാ സൗകര്യവുമില്ലായിരുന്നു. ബോട്ട് ചട്ടിയെ പോയിരിക്കും. ഒരു ബോട്ട് ഒന്ന് ക്യാൻസലായി പോയാൽ തിരിച്ച് വീട്ടിൽ പോകുന്ന ദയനീയമായ അവസ്ഥയിൽ ജീവിച്ച ഒരു ദ്വീപ്. അതുകൂടാതെ ഇവിടെ കൈനകരിയെ കുപ്പപ്പുറവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു റോഡുണ്ടായിരുന്നു. അത് ക്യാൻസലായി പോയതാണ്. അത് നബാർഡിൻ്റെ ഫണ്ട് ഞങ്ങൾ വീണ്ടും അനുവദിപ്പിച്ച് PWD മിനിസ്റ്ററുടെ ചേംബറിൽ പല പ്രാവശ്യം മീറ്റിംഗ് കൂടി ആ റോഡ് അനുവദിപ്പിച്ചു. ആ റോഡ് തീർന്നു. മുട്ടേൽ പാലത്തിന് ഇപ്പോൾ ഫണ്ട് അനുവദിപ്പിച്ചു ഈ വർഷം. അതുകൊണ്ട് മുട്ടേൽ പാലം അപ്പോൾ ഇവിടുന്ന് വൈശിംഭാഗത്തു നിന്ന് വിട്ടാൽ നേരെ ഓടി കുപ്പപ്പുറം വരെ ചെല്ലാവുന്ന റൂട്ട് ക്ലിയർ ആയി കഴിഞ്ഞു. തട്ടാശ്ശേരിക്കൂടെ കാശ് തരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. മണിസാർ ഇവിടെ വെച്ച് പ്രോമിസ് ചെയ്തതാണ് തരാമെന്ന്, തന്നില്ല. അപ്പോൾ അത്രയൊക്കെ ഈ നാടിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു എന്നെനിക്ക് വിശ്വാസമുണ്ട്. നിയമസഭയിൽ MLA പതിവായി എത്താറില്ലല്ലോ. 2006-2011 2009 രോഗിയായി ചികിത്സയ്ക്ക്
മദ്രാസ് അപ്പോളോ ഹോസ്പിറ്റലിലും അമേരിക്കയിലെ ഹോസ്പിറ്റലിലും പോയി ചികിത്സ തേടി. അന്ന് 2 സെഷനെങ്കിലും എനിക്ക് മിസ് ചെയ്തു. അത് ഫുൾ അറ്റൻഡൻസാണ് പോകുന്നത്. പിന്നീടുള്ള സെഷനിൽ ഞാൻ മുഴുവൻ സമയം ഇരുന്നാലും മൊത്തം 5 കൊല്ലത്തെ എടുത്തു വരുമ്പോൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. 2011 വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് ഞാൻ വിഗ് വെച്ചോണ്ടാണ് മത്സരിച്ച്. അന്നേരം എൻ്റെ രോഗത്തിൻ്റെ കാര്യങ്ങൾ തീർന്നില്ല, തലയിൽ മുടി കിളുത്തിട്ടില്ലായിരുന്നു. 2011 ഞാൻ വീണ്ടും MLA ആയി. 2012 വീണ്ടും ഞാൻ രോഗിയായി. അതേ രോഗം അതേ സ്ഥലത്ത് തന്നെ, ഒരു മഴയായിരുന്നു, അത് വന്ന് അതുകൊണ്ട് വീണ്ടും അമേരിക്കയ്ക്ക് പോയി. അപ്പോഴും എനിക്ക് 1-2 സെഷൻ മിസ് ചെയ്തു. ആ മിസ് ചെയ്യുന്ന സെഷൻ ഒരു ദിവസമല്ലല്ലോ, ദ ഹോൾ സെഷൻ മിസ്സിങ്. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് മുഴുവൻ സെഷനിലും എനിക്ക് പോകാനൊക്കാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട്, എന്നിട്ടും എന്നെക്കാട്ടി കുറവുള്ള MLA കേരള നിയമസഭയിലുണ്ട്. പക്ഷെ അതൊരു വിഷയമല്ല. അതിപ്പം പല കാരണങ്ങളുണ്ട്. എൻ്റെ കുറവ് വന്നത്, ഞാൻ അവിടെ വീടെടുത്തിട്ടുണ്ട്. ഞാൻ സെഷനുള്ളപ്പം എൻ്റെ കുടുംബമായിട്ട് അവിടെ പോയി താമസിച്ചാണ് നിയമസഭ അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറവൊന്നും എനിക്ക് വരത്തില്ല. എനിക്ക് നിയമസഭയിൽ പോയി ഇരിക്കുന്നതും മുഴുവൻ സമയം ഇരിക്കുന്നതൊക്കെ ഇഷ്ടമുള്ള ആളാണ്. സാർ, ഒരു 50 വർഷം മുൻപ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് വള്ളത്തിലായിരുന്നു, ബോട്ടിലും പോകുമായിരുന്നു. സാറേ, കുട്ടനാട്ടിലെ ഗ്രാമാന്തരങ്ങളിലുള്ള തോടുകളിൽ നിന്ന് ബോട്ട് പോയിട്ട് വള്ളം പോലും പോകാത്ത അവസ്ഥയാണ്. ഒന്നാമത്തെ കാരണം ബോട്ട് പോകാത്തത് തലങ്ങനെയും വിലങ്ങനെയും റോഡുകളുണ്ടായി, നല്ല കാര്യമാണ്. ഈ റോഡിൽ വണ്ടി ഓടിയിൽ എന്ത് ചെയ്യും സാർ? ഈ ഏകജാലകം കാരണം എടത്വായിലെ കൊച്ചിന് രാമങ്കരിൽ അഡ്മിഷൻ കിട്ടുന്നത്, രാമങ്കരിലെ ചെറുക്കിന് കൈനേരിലെ അഡ്മിഷൻ കിട്ടുന്നത്, കൈനേരിലെ ചെറുക്കിന് കിട്ടുന്നത് പുല്ലങ്കടില്ല. സാർ, എങ്ങനെ പോയി പഠിക്കും സാർ? പഠിക്കണമെങ്കിൽ ട്രാൻസ്പോർട്ടിന് കനുവുണ്ടാകണം. ഇവിടെ എടത്വായിലൊരു ഡിപ്പോ ഉണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട ആര്യാടൻ മന്ത്രിയായിരുന്ന കാലത്ത് 40 ലക്ഷം രൂപ കൊടുത്ത് കെട്ടിടം വെച്ചു കൊടുത്തു. സാർ, വണ്ടിയില്ല സാർ. അവിടെ അടിയന്തരമായി 3 ബസ്സുകൾ അനുവദിക്കണം. അതുപോലെ ഗ്രാമാന്തരങ്ങളിൽ എല്ലായിടത്തും ട്രാൻസ്പോർട്ട് ഇല്ല സാർ. ഒന്നുകിൽ നിങ്ങൾ വണ്ടി ഇടണം, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും പ്രൈവറ്റുകാരെ വണ്ടി ഇടാൻ അനുവദിക്കണം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്ത് കർഷകരും കർഷക തൊഴിലാളികളും തെങ്ങിപ്പേർക്കുന്ന പ്രദേശമാണ് സാർ. അവിടെ പാവങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ വണ്ടിയുള്ള വീടുകൾ കുറവ്. ഞാനിപ്പോൾ അടുത്ത ആഴ്ച ഇപ്പോൾ റോഡിൽ കുത്തിയിരിക്കാൻ പോവാ. അല്ല, ഇപ്പം എന്ത് ചെയ്യാനാ? അത് റോഡുകളൊക്കെ റോഡുകൾ പൈപ്പിടാൻ. അത് ഇവിടെ ഞങ്ങളുടെ പൈപ്പ് മാത്രമല്ല, പരുമലയാറ്റിൽ നിന്ന് വെള്ളമെടുത്ത് ആലപ്പുഴ UD സ്മാർട്ടിന് കൊണ്ടുപോകുന്നതും എന്റെ നെഞ്ചത്തൂടാ. നിങ്ങൾ കൊണ്ടുപോക്കോ, എനിക്ക് വിരോധമൊന്നുമില്ല. വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്ന ഒന്ന് മൂടാൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം കുഞ്ഞ് അങ്ങ് ദയ കാണിക്കണം, അല്ലെങ്കിൽ അവിടെ ജീവിക്കാനൊക്കാതെ വരും. ഞാനായാലും വെള്ളിയാഴ്ച അസംബ്ലി വരുന്നില്ല, അവിടെ പോയി കിടക്കാൻ പോവാം. കുടിവെള്ള പദ്ധതികൾ പലതും കൊണ്ടുവന്നിട്ടും ഇപ്പോഴും കുടിക്കാൻ വെള്ളമില്ലല്ലോ. ആകെ MLAക്ക് സംസാരിക്കാൻ അവസരം കിട്ടുന്ന ഒരു സ്ഥലമാണ് മുഖ്യമന്ത്രി ചെയർമാനായിട്ടിരിക്കുന്ന പ്രോസ്പെരിറ്റി കൗൺസിൽ. അവിടെയാണ് ഞങ്ങളൊക്കെ എഴുന്നേറ്റ് വർത്തമാനം പറയുന്നത്. അന്ന് ഈ കുടിവെള്ള പദ്ധതി എന്ന് തീരുമെന്നുള്ള എൻ്റെ ചോദ്യത്തിന് ബഹുമാന്യനായ ഇറിഗേഷൻ മന്ത്രി PJ ജോസഫ് തന്ന മറുപടി എൻ്റെ കയ്യിലുണ്ട്, റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. 2014 ഓഗസ്റ്റ് 31 മുമ്പ് അതിൻ്റെ പണി തീർത്ത് വെള്ളം എല്ലാ പഞ്ചായത്തിലും എത്തുമെന്നാണ് പറഞ്ഞത്. 14 പോയി, 15 പോയി, 16 വന്നിട്ടും പൈപ്പുകൾ വഴി കിടക്കുന്നേ ഉള്ളൂ. അത്രമാത്രം പരാജയപ്പെട്ടൊരു ഗവൺമെൻറ്റാണ് ഇതെന്ന് ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഈ കുട്ടനാട്ടുകാർക്ക് വെള്ളം കൊടുക്കാൻ ഞാൻ ചോദിക്കട്ടെ, ഈ ആറ്റിൽ പാടത്തടിക്കുന്ന രാസവളം, പാടത്തടിക്കുന്ന കീടനാശിനി, ഇതെല്ലാം മോട്ടോർ വഴി പമ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഈ പമ്പയാറ്റിലും അച്ചൻകോവിലാറ്റിലും മണിമലയാറ്റിലും. പിന്നെ ഇടത്തോടുകളുടെ കാര്യം ചോദിക്കുകയും വേണ്ട. ഇതെല്ലാം സഹിച്ചോണ്ടാണ് കുട്ടനാട്ടുകാരൻ ഇവിടെ ജീവിക്കുന്നത്. കുട്ടനാട്ടുകാർക്ക് കൊടുത്തോണ്ടിരുന്ന കുടിവെള്ളം കൊടുക്കാൻ എനിക്ക് ഹൈക്കോടതി പോയി ഓർഡർ വാങ്ങിക്കേണ്ടി വന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. ഹൈക്കോടതി ഇടപെട്ടു, കുട്ടനാടിന് അനുവദിച്ചോ കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ 15 ദിവസമായി ഞാൻ ഓർഡർ വാങ്ങിച്ചിട്ട്. ഇന്നാണ് കുടിവെള്ളം സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ കയ്യിൽ നിന്ന് ഈ ദാവീദ് പുത്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഫണ്ടിൽ നിന്ന് കൈനകരിക്കും നെടുമുടിക്കും കുറേ പ്രദേശങ്ങൾക്ക് ഞാൻ വെള്ളം കൊടുത്ത അവസാനം നിവൃത്തിയില്ലാതെ. കാരണം ആളുകളുടെ ദയനീയമായ അവസ്ഥ കണ്ടുകൊണ്ടാണ് ഞാൻ വള്ളത്തെ വെള്ളം കൊടുപ്പിച്ചത്. അപ്പോൾ അത്രയൊക്കെ ഈ നാടിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു എന്നെനിക്ക് വിശ്വാസമുണ്ട്.
ശ്രീ തോമസ് ചാണ്ടിയെ നിങ്ങളുടെ വിലയേറിയ വോട്ട് നൽകി UDF-നെയും BJP-യെയും തോൽപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മിടുക്കനായ സ്ഥാനാർത്ഥി തോമസ് ചാണ്ടിക്ക്